കാരണം കമ്പനിക്ക് 3 അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യങ്ങൾ വരാൻ പോകുക നമ്മളെ കമ്പനിക്ക്. നമ്മളെ കമ്പനിയുടെ നല്ല ടൈമുകളാണ്. ഇപ്പൊ ഇതുവരെ നമ്മളുണ്ടായിരുന്ന നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച ആളുകൾ മാത്രമായിരുന്നു. പക്ഷെ ഇനിയുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയല്ല. ഈ കമ്പനിയിലേക്ക്, ഈ സിസ്റ്റത്തിലേക്ക് ഒരുപാട് പേര് വരാൻ പോവാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അഭിജിത്ത് മാണി സാറിനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും, എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, എപ്പോഴാണെന്നൊക്കെ. ഇപ്പൊ നമ്മൾ ഫേസ് 1 നമുക്ക് കുറച്ചായിട്ട് എന്തില്ല, വിഡ്രോവൽ ഇല്ല, ഇന്റേണൽ ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. മാത്രമല്ല അതിന്റെ വിഡ്രോവലും നമുക്ക് ഇല്ല. എന്നാൽ എന്ത് ചെയ്തിട്ടുണ്ട്, 50% കുറവ് വന്ന ആളുകൾക്കൊക്കെ കമ്പനി 120 ടോക്കൺ തന്നിട്ടുണ്ട്. വളരെ കൂടുതൽ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വരാതില്ല, കിട്ടാത്ത ആളുകൾ ഉണ്ടാവാം. അതിന്റെ മേലുള്ള ആളുകൾ കുറെ ആൾ ജോയിൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഫേസ് 2 കുറിച്ചാണ്. ഫേസ് 2 നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1.9, 1.8, 1.7 നമുക്ക് പെർ ഡേ കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ 7 days ഉണ്ട്. പിന്നെ അൺലിമിറ്റഡ് ആണ് നമുക്ക് തരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു 120 അപ്പർ ടോക്കൺ ആണെങ്കിൽ ആ 120 അപ്പർ ടോക്കണിൽ 50 ബാനിങ് ആയി കഴിഞ്ഞാൽ ബാക്കി 70 ടോക്കൺ നമുക്ക് അവിടെ തന്നെ നിലനിൽക്കുക. ഈ ടോക്കൺ ജനറേറ്റ് ചെയ്യുന്ന 1 ടോക്കൺ എബോ ആണ് പെർ ഡേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 120 ടോക്കണും ഈ 120 ടോക്കണും നമുക്ക് തരുന്ന, അത് നമുക്ക് ലൈഫ് ടൈമുമാണ്. ഈ ടോക്കൺ നമുക്ക് തരുന്ന, ഈ ടോക്കൺ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, ഈ ബാൻ ചെയ്യുന്നതിന്റെ എമൗണ്ടിന്റെ 10% റെഫറൽ തരുന്നത്, അതിന്റെ 10% ബൈനറി തരുന്നത്. പിന്നെ അതിൽ ബാൻ ചെയ്യുന്ന ഫണ്ടാണ് നമുക്ക് ഡെയിലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നുണ്ട്, അത് ടോക്കനാണ് തരുന്നത്. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് നമ്മൾക്ക് ട്രാൻസ്ഫർ, ഡെപ്പോസിറ്റ് ചെയ്യുന്നതും വിഡ്രോ കിട്ടുന്നതും എല്ലാം അപ്പർ ടോക്കൺ തന്നെയാണ്. അല്ലാതെ ഇവിടെ ഡോളർ ആയിട്ട് നമുക്ക് ഈ പരിപാടികളൊന്നുമില്ല. ഇവിടെ ചെയ്യുന്നത് ടോക്കൺ മാത്രമാണ്. അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഇതിന്റെ ഒരു ഫേസ് 1 ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. $50 ബേസിക് പാക്കേജ് നമ്മൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഈ $50 ഡോളറായിരുന്നു, നമുക്ക് $1.5 ഡെയിലി നമുക്ക് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ആ സിസ്റ്റം മാറ്റിയിരിക്കുകയാണ്. ROE പ്ലാന്റ് ആ സിസ്റ്റത്തിനെ മാറ്റിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പർ ടോക്കൺ ആണ്, ഡെപ്പോസിറ്റ് വിഡ്രോ കിട്ടുന്നത് അപ്പർ ടോക്കൺ ആണ്. ഇത് നമുക്ക് വാങ്ങാൻ ഇന്ന് നമുക്ക് ലൈവായിട്ട് 3 എക്സ്ചേഞ്ച്, ബിഗ് മാർട്ട്, എൽ ബാങ്ക്, ST.com ഉണ്ട്. അപ്പൊ കിട്ടുന്ന ടോക്കൺ നമുക്ക് വാങ്ങിയിട്ട് സെല് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്കൊക്കെ അറിയാം 15-16 സെന്റിലാണ് ഇപ്പൊ റേറ്റ് മാർക്കറ്റ് കിടക്കുന്നത്. ഇതൊക്കെ വലിയ ലെവലിലേക്ക് മാറാൻ പോവുക. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ അപ്ഡേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പുതിയ പ്രൊജക്ടിന്റെ കാര്യങ്ങൾ, ഇത് കറക്റ്റ് നിങ്ങൾ എഴുതി വെക്കണം. കാരണം നിങ്ങൾക്ക് മനസ്സിലാവണം. നാളെ നിന്ന് ചോദിക്കരുത്. കാരണം ഞാനും നിങ്ങളുമായി തന്നെ അത് പഠിക്കാൻ തന്നെയാണ്. സാർ എന്താണോ പറയുന്നത് അത് കറക്റ്റ് മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മളെ ടോക്കന്റെ വാല്യൂ ഇനി വലിയ ലെവലിലേക്ക് മാറാൻ പോകും. കാരണം ഈ കിട്ടുന്ന അപ്ഡേഷൻ വേൾഡ് വൈഡിൽ ആദ്യമായി, ഇപ്പൊ പല ആൾക്കാർക്കും പലതും പറയാനുണ്ടാവും. കാരണം എന്താ പറയുക, ഇവിടെ അവരിങ്ങനെയല്ലേ, ഇവരിങ്ങനെയല്ലേ, അവരങ്ങനെ ആക്കിയില്ലേ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒറ്റ കാര്യങ്ങൾ മനസ്സിലായിക്കോളേ. 3 എക്സ്ചേഞ്ച് ടയർ 2 ലെവലിൽ 3 എക്സ്ചേഞ്ചിൽ ഇന്നുണ്ട്. നമ്മളെ ട്രസ്റ്റ് വാൾട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇന്ന് വരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും തെളിയിക്കാൻ കഴിയില്ല. ഇങ്ങനെ വന്നിട്ടേ ഇല്ല. വന്നതെല്ലാം ദേ വന്നു ദേ പോയി, ഇതേമാതിരി ഉണ്ടായിട്ടുള്ളൂ. ഇന്നും 3 എക്സ്ചേഞ്ചില് ഇപ്പൊ നമുക്കറിയാം, ഇന്ന് 5-ാം തീയതി, February 6-നാണ് നമ്മളെ വിഡ്രോവല് നമ്മളെ എക്സ്ചേഞ്ച് മാറ്റുന്നത്. ഇന്ന് 2 മാസം ആകാൻ പോവാണ് നാളേക്ക്. 90 days എബോ ആണ് കമ്പനി ഇവർ പറഞ്ഞേക്കുന്നത്. എക്സ്ചേഞ്ച് ഓപ്പൺ ആയി വരണമെങ്കിൽ 90 days എബോ പിടിക്കുന്നുള്ള. മിനിമം 3 മാസം, മാക്സിമം 6-7 കാരണം ബിനാൻസിന്റെ ഇവിടെ 7 മാസം ബ്ലോക്ക് ചെയ്ത കാലം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതേ കൂട്ടർ എനിക്ക് നിങ്ങളും പറയാനുള്ളത്. അപ്പൊ ഇതെല്ലാം നടക്കും. ഇനിയിപ്പോ നമുക്ക് അടുത്ത പുതിയ അപ്ഡേഷൻ വരാൻ പോകുന്നുണ്ട്. അതിന് പറഞ്ഞു വരുന്നത് ഇത് മാത്രമാണ്. നിങ്ങൾക്ക് ഇന്ന് നമുക്ക് തരാൻ പോകുന്നത് നമ്മളെ ഈ അപ്പർ സ്റ്റോക്ക്, നമുക്ക് ഇതിനെപ്പറ്റി 1000 കംപ്ലൈന്റ്, കുറ്റങ്ങളും മറ്റൊന്നും പറയാനുണ്ടാവും. ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ഈ ടോക്കൻ നാളത്തെ വലിയ ലെവലിലേക്ക് എത്താനുള്ളതാണ്. കാരണം ഈ ഒരു ടോക്കൻ നമുക്കറിയാം 2 മാസമായിട്ടും ഇതിന്റെ ടോക്കൻ 10 സെന്റിൽ വന്നതാ. ഇന്നും 14-15 സെന്റ് വിലയുണ്ട്. ഒരു 0.01 പൈസ അല്ല ഇന്നുള്ളത്. നമുക്ക് 15 സെന്റ് എന്ന് പറയുമ്പോൾ 13 റുപ്യ 50 പൈസ 9 രൂപയിൽ വന്ന ടോക്കനാണ് ഇന്നും നമുക്ക് നിലനിന്ന് കൊടുക്കുക. അപ്പൊ എല്ലാവരും മാക്സിമം 120 ടോക്കൺ പ്രൊമോഷൻ ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ വീടും പറമ്പും കടം വാങ്ങി വട്ടിക്കൊന്നും ഇതിനകത്ത് പൈസ ഇടല്ലേ. ഓക്കെ, ഒരു കാരണവശാലും വട്ടിക്കൊന്നും ഫണ്ട് ഇടരുത്. നിങ്ങൾ 120 ടോക്കൺ വാങ്ങാൻ നിങ്ങൾക്ക് മാക്സിമം വേണ്ടത് 2000 രൂപയുടെ ചോടയാണ്. മാക്സിമം 2000-2200, അതിന്റെ മേലേക്ക് പോവില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഇനി കുറച്ച് കഴിഞ്ഞത് വില കൂടുന്നുണ്ടാവും. ഇപ്പൊ ഈ ഒരു ടോക്കൺ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ലോകത്ത് ആർക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ മാക്സിമം നിങ്ങൾ ഫേസ് 2 ആളുകൾക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം, പറയാം, ഇതെല്ലാം ചെയ്യാം.
ഓക്കെ, ഇനി എനിക്ക് നെക്സ്റ്റ് എന്ന് പറയാനുള്ള, ഞാൻ ഈ വേദിയിലേക്ക്, അതായത് നമ്മൾ ഈ സൂമിലേക്ക് ഞാൻ സാറിനെ വിളിക്കാൻ പോവുകയാണ്. സാർ വെൽക്കം. ഞാൻ സാറിനെ അതൊരു സ്വാഗതം ചെയ്യാണ് സൂമിലേക്ക്. വെൽക്കം സാറേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സൂം മീറ്റുകൾ കാര്യങ്ങൾ ഒരാഴ്ചയോളം സൂം മീറ്റിൽ അവൈലബിൾ ആവാൻ സാധിച്ചില്ല. എങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നിങ്ങളിലേക്കെല്ലാം, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലേക്കെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സൂം മീറ്റ് വെച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സൂം മീറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു ഫേസ് ടൂവിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ പോലും കിട്ടാത്തവർക്ക് 10% വെച്ച് 15-ാം തീയതി തൊട്ട് ലഭിക്കുന്നതാണ്. അത് 10-ാം തീയതി തൊട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, 10% വെച്ച്. പിന്നീട് എല്ലാ വീക്കിലിയും കഴിയുന്നത് ഞങ്ങൾ 10-ന് മുകളിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ 10% വെച്ച് തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ അത് ഓരോ ഘട്ടങ്ങളിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായ വിഡ്രോവലുകൾ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് എല്ലാം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 120 അപ്പെക്സ് ടോക്കണിന്റെ 50% പോലും ലഭിക്കാത്തവർക്ക് 120 അപ്പെക്സ് ടോക്കൺ വെച്ച് നമ്മൾ ഷെയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാലറ്റിലേക്ക് ഇതുവരെ കണക്ട് ചെയ്യാത്ത, ഫേസ് ടൂവിലേക്ക് ഇതുവരെ കണക്ട് ചെയ്യാത്തവർക്കും അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നിലവിലെ നമ്മുടെ ടോക്കണിന്റെ പ്രൈസ് കാര്യങ്ങൾ, നിങ്ങൾ ഒരു ആക്റ്റീവ് ട്രേഡ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. അടുത്തതായിട്ട് പലരും നമ്മളോട് പല അഭിപ്രായങ്ങൾ, പല കമ്മ്യൂണിറ്റി മെമ്പേഴ്സും കപ്പെക്സിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കണ്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അവർ പലരും നല്ല രീതിയിൽ നമ്മളോട് പല സജഷൻസും, യൂട്ടിലിറ്റി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതൊക്കെ കൂടുതൽ ശ്രമിക്കണമെന്നൊക്കെ പല സജഷൻസും വന്നു. അതിന്റെ ഭാഗമായിട്ട് അപ്പെക്സിന്റെ പുതിയതായിട്ട് 3 യൂട്ടിലിറ്റി പ്രൊജക്റ്റുകളാണ് നമ്മളിപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റ്, നിങ്ങൾക്ക് അതൊക്കെ എല്ലാവരോടും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്ന് പറയുന്നതിന്റെ കാരണം, നിങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള മറ്റുള്ള മെമ്പേഴ്സിലേക്കും കൃത്യമായ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് വിടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ആദ്യം വരുന്ന ആദ്യത്തെ 3 പ്രൊജക്റ്റുകൾ ഞാൻ പറഞ്ഞു. അതിലൊരു ആദ്യത്തെ യൂട്ടിലിറ്റി പ്രൊജക്റ്റായിട്ട് നമ്മളൊരു മറ്റൊരു ക്രിപ്റ്റോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റിൽ പലതരത്തിലുള്ള ക്രിപ്റ്റോ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ഒരു ക്രിപ്റ്റോ കോയിൻ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ ടോക്കൺ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് പല ആശയങ്ങളിലൂടെയാണ് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു കമ്പനിയാണ് ഈ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ത്രൂ. അവരുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ഒരു വാച്ച് ആയിരുന്നു. അത് വളരെ സക്സസ് ആയിട്ട് എത്തിക്കാൻ അവർ സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ടുള്ള അവരുടെ ഒരു ഗാഡ്ജറ്റ് ഹെൽത്ത് റിംഗ് ആണ്. അപ്പോൾ ഈ ഹെൽത്ത് റിംഗ് എന്ന് പറയുന്ന, നോർമലി നമ്മളിപ്പോൾ മൊബൈൽ ഫോണുകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ശ്രദ്ധിച്ചു കാണും. ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര ദൂരം നടന്നു കഴിഞ്ഞാൽ ഇത്ര കലോറി ബേണായി, ഇത്ര BPM നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര സ്റ്റെപ്സ് നിങ്ങൾ നടന്നു. അപ്പോൾ ഈ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഇത്തരം പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ടോക്കണാണ് അവരുടെ ക്രിപ്റ്റോ ടോക്കണാണ്. ഈ കമ്പനി ഏതാണെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സൈറ്റുകളിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അതിന്റെ ഇവരുമായിട്ടുള്ള സൈൻ ഓഫ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ലൈവ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഹെൽത്ത് റിംഗ് ആണ് അവരുടെ പുതിയ ഗാഡ്ജറ്റ്. ഈ ഗാഡ്ജറ്റിൽ നിങ്ങൾക്ക് റിവാർഡായി ലഭിക്കുന്നത് അവരുടെ ക്രിപ്റ്റോ കോയിൻ ആയിരിക്കും. ഈ ഗാഡ്ജറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ റിംഗ് പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അപ്പെക്സ് ടോക്കൺ ആയിരിക്കും. കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ ഒരു റേറ്റ് ഉണ്ടാവും. ആ റേറ്റിനേക്കാൾ കുറഞ്ഞ് അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഗാഡ്ജറ്റ് മേടിക്കാൻ സാധിക്കും. 1 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം. അവരുമായിട്ട് നമ്മൾ ക്ലബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ യൂട്ടിലിറ്റി പ്രൊജക്റ്റ്. സ്വാഭാവികമായിട്ടും നമ്മുടെ അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ച് ഈ റിങ്ങുകൾ, ഈ ഗാഡ്ജറ്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള, അതായത് ഔട്ടർ കമ്മ്യൂണിറ്റി നമ്മുടെ പ്രോജക്റ്റിന്റെ ഭാഗമായി കൊളാബ് ആവാൻ പോവുകയാണ്. അത് ഇനി തൊട്ട് സൈറ്റുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റുകളിൽ അതിന്റെ ബാനറുകളൊക്കെ പ്രസന്റ് ആവും. അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത്, അടുത്ത യൂട്ടിലിറ്റി പ്രോജക്റ്റ് എന്ന് പറയുന്നത് സ്പോർട്സ് ബെറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് നിലവിൽ ആക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബെറ്റിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളൊക്കെ കണ്ടാണ് ഈ ക്രിക്കറ്റ്, Dream 11 പ്ലാറ്റ്ഫോമൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചാണ്. അപ്പൊ അതൊക്കെ അതിനകത്ത് മോസ്റ്റ് ഇപ്പോൾ ഒരു പക്ഷേ ഒരു IPL ആണെങ്കിലോ അതിലൊക്കെ ഒരു മാൻ ഓഫ് ദ മാച്ച് ആരാണ്, അല്ലെങ്കിൽ മാൻ ഓഫ് ദ സീരീസ് ആരാണെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ്. അതിലൊക്കെ വലിയ രീതിയിലുള്ള റിവാർഡ്സും വലിയ രീതിയിലുള്ള റിവാർഡ്സ് ഒക്കെ നടക്കുന്നതാണ്. ആ റിവാർഡ്സ് ഒക്കെ പൊതുവെ ക്രിക്കറ്റ് മാത്രമല്ല ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്, EPL, ഉദാഹരണത്തിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ FIFA
ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഏത് സ്പാനിഷ് ക്ലബ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആണെങ്കിലോ ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള ക്ലബ്ബുകളോ അല്ലെങ്കിൽ ഫുട്ബോൾ പരമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എല്ലാ സ്പോർട്സിന്റെ ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോം ആണെങ്കിലും ശരി, ആ സ്പോർട്സിന്റെ ഒരു ബെറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ അവിടെ ഓൾറെഡി വിഡ്രോവലുകൾ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന USDT, ഇതേറിയം, BTC ഇത്തരം ക്രിപ്റ്റോ ടോക്കണുകളോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കോയിൻസ് ആണ് ഈ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്നത്. ഈവൺ INR വരെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ Dream11 എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും ഒക്കെ ചെക്ക് ചെയ്താൽ അന്വേഷിച്ച് നോക്കിയാൽ അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത്തരത്തിലുള്ള ഒരു ലൈവായിട്ട് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇനി മുതൽ എല്ലാ രീതിയിലുള്ള ട്രാൻസാക്ഷൻസും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ആ പ്ലാറ്റ്ഫോം. പക്ഷേ ഇനി തൊട്ട് അവിടെ അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ചും ട്രാൻസാക്ഷൻ ചെയ്യാം. അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 15% വരെ ഡിസ്കൗണ്ട് ഉണ്ടാവും. 15% അത് മുകളിലേക്ക് കൂടാനേ സാധ്യതയുള്ളൂ. 15% വരെ എന്തായാലും ഡിസ്കൗണ്ട് ലഭിക്കാൻ ഉള്ള സാധ്യത ഉണ്ട്. അപ്പം ആ പ്ലാറ്റ്ഫോമിൽ തന്നെയുള്ള മറ്റ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മുടെ ടോക്കൺ സ്വാഭാവികമായിട്ടും ഡിസ്കൗണ്ടഡ് റേറ്റിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടോക്കൺ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ടോക്കണിന്റെ യൂട്ടിലിറ്റി അവിടെ കൂടും. ഞാനിത് കുറെ കൂടെ എല്ലാവരിലേക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം ഇനി സൈറ്റുകളിൽ വരും. ഇനി അടുത്തതായിട്ടുള്ളത് ഒരു തേർഡ് യൂട്ടിലിറ്റി പ്രോജക്റ്റായ ഈ ഓൺലൈൻ ലോട്ടറി പ്ലാറ്റ്ഫോം. നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഓൺലൈൻ ലോട്ടറി പ്ലാറ്റ്ഫോമുകളിൽ ഇനി മുതൽ അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ചും ഓൾറെഡി അവിടെ INRഉം അതുപോലത്തെ മറ്റ് പല ക്രിപ്റ്റോ ടോക്കൺസോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കോയിൻസോ ഉപയോഗിച്ച് ലോട്ടറി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി മുതൽ അപ്പെക്സ് ഉപയോഗിച്ചും അവർക്ക് അവരുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മേടിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റികളെ കൂട്ടാനുള്ള പ്രൊജക്റ്റുകളുടെ ആദ്യത്തെ 3 പ്രൊജക്റ്റുകൾ മാത്രമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ ഊഹിക്കാം, പുറത്തുനിന്നുള്ള കമ്മ്യൂണിറ്റികൾ നമ്മുടെ ടോക്കണിലേക്കുള്ള ഒരു ആക്സസ് കൂടുകയാണ്. അപ്പോൾ ഇനി മുതൽ തീർച്ചയായിട്ടും ടോക്കണിൽ ഒരു വലിയ പ്രൈസ് ചേഞ്ച് ഉണ്ടാവും. കഴിയുന്നതും നിങ്ങൾ ഹോൾഡ് ചെയ്യുക, സെല്ല് ചെയ്യാണ്ടിരിക്കുക. പ്രൈസ് കൂടുമ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യാൻ വേണമെങ്കിൽ ശ്രമിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ വ്യക്തികളെയും ക്രിപ്റ്റോ ട്രേഡിംഗ് അല്ലെങ്കിൽ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിങ്ങിലേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ phase 2 നേരത്തെ നാസർക്കൊക്കെ പറഞ്ഞ പോലെ phase 2 ഓൾറെഡി എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. കമ്പാരിറ്റീവ്ലി എന്തുകൊണ്ടാണ് phase 2 എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കണം. അപ്പെക്സിന്റെ പ്രൊജക്റ്റ് അപ്പെക്സ് ടോക്കൺ ആണ്. ആ അപ്പെക്സ് ടോക്കണെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെയും ഒരു നെസസിറ്റി പോലെയാണ്. അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ ടോക്കണെ വർക്കൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ phase 2-ൽ നിങ്ങളിപ്പോൾ കമ്പാരിറ്റീവ്ലി നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ phase 1-ലേക്ക് മുമ്പുണ്ടായിരുന്ന പല പ്ലാനുകളുടെ പ്രകാരമുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിലും മേ ബി ലൈക്ക് മന്ത്ലി ഒരു 22% ഒക്കെ കിട്ടിയിരുന്നു. ഇവിടെ ആ സ്ഥാനത്ത് 35-40% വരെ മന്ത്ലി ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ ടോക്കണിന്റെ ട്രേഡിൽ ത്രൂ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളത് കൃത്യമായിട്ട് ഇതുവരെ മുടക്കമില്ലാതെ തന്നെ നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ phase 2 ലോഞ്ച് ആയ കാലഘട്ടം തൊട്ടേ നമ്മൾ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലേക്കും കൃത്യമായി ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ശ്രമിച്ചതാണ് phase 2 എല്ലാവരും ചെയ്ത് നോക്കണം എന്നുള്ളത്. ഇപ്പോഴും ഇതേ അഭിപ്രായങ്ങൾ പറയുന്നു. വീണ്ടും എല്ലാവരും ചെയ്യാനും ചെയ്ത് നോക്കാനും ശ്രമിക്കുക. ഒരു വെറും $25 ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ മുടക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു ബെനിഫിറ്റ് അതിൽ നിന്നുണ്ടോ എന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ടോക്കണിൽ നിന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് സ്റ്റഡി ചെയ്യുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ടോക്കണെ കാണിച്ചു കൊടുത്ത് സജസ്റ്റ് ചെയ്യുക. അവർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് താല്പര്യപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവട്ടെ. മറ്റ് ഔട്ടർ കമ്മ്യൂണിറ്റികൾ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള യൂട്ടിലിറ്റി പ്രോജക്റ്റുകളുടെ ഭാഗമായി ടോക്കണിന്റെ പ്രൈസിന് ചേഞ്ചുകൾ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ട്രേഡേഴ്സും ഒബ്വിയസ്ലി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പാർട്ടായി വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട phase 2-ൽ നിലവിലുള്ള പ്രൊജക്റ്റുകളുടെ ഭാഗമായി 375 ദിവസം അല്ലെങ്കിൽ 225 ദിവസം ഇത്തരത്തിലുള്ള ഒരു ദിവസക്കണക്കില്ല. എക്കാലവും ROI ജനറേറ്റ് ചെയ്യാനുള്ള ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയിൽ എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാവുന്ന എക്കാലത്തേക്കും ഒരു വിഡ്രോവൽ സംവിധാനം അല്ലെങ്കിൽ ഏണിംഗ് സംവിധാനം നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും അതിൽ എഡ്യൂക്കേറ്റഡ് ആവണം.
വേണ്ട രീതിയിലുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ ലീഡേഴ്സ് ത്രൂ ഒക്കെ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പറ്റാവുന്ന രീതിയിലൊക്കെ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ നമ്മുടെ ഇത്രയും നാളും അപ്പെക്സിനെറ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അപ്പെക്സിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി. ഇനിയും കൂടെ ഉണ്ടാവുക. പുതിയ യൂട്ടിലിറ്റി പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ എല്ലാവരോടും താങ്ക് യു. ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു അബിസ് സർ. നമുക്കറിയാം, നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന കമ്പനിയുടെ യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ ആണെന്ന് ഇപ്പോൾ സാർ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പല ആളുകളെ സംബന്ധിച്ചും പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു കോയിൻ, ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ നട്ടല് എന്ന് പറയാവുന്നത് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബ്ലഡ് എന്ന് പറയാവുന്നത് യൂട്ടിലിറ്റിയാണ്. അപ്പൊ ആ യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളുമാണ് സാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. താങ്ക് യു ഒരിക്കൽ കൂടി. എനിവേ, ഇപ്പൊ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള കൺഫ്യൂഷനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാം, എല്ലാ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലാണെങ്കിലും നമ്മളെ ബിസിനസ്സിലാണെങ്കിലും ഏതൊരു മേഖലയിലും നമുക്ക് പ്രതിസന്ധി ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫോർ എവറി പ്രോബ്ലം ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം, ഓർ ബിഹൈൻഡ് എവറി പ്രോബ്ലം ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് എല്ലാ പ്രതിസന്ധികളും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയിൽ അവസരങ്ങളുണ്ട്. നമ്മൾ നോക്കാം. ഇപ്പൊ നമുക്കറിയാം, കൊറോണ എന്ന് പറഞ്ഞ വലിയൊരു വിപത്ത് നമ്മുടെ നാട്ടിൽ വന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് വലിയ ഒരുപാട് സംരംഭങ്ങൾ ഡെവലപ്പ് ചെയ്തത് കൊറോണ ടൈമിലായിരുന്നു. കാരണം വലിയ രീതിയിലേക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ മാറി. സൈലം, അതുപോലെ തന്നെ ബൈജൂസ് ആപ്ലിക്കേഷൻസ്, ഓൺലൈൻ ഡെലിവറി, ഓൺലൈൻ സൈറ്റുകൾ, ഇതൊക്കെ നമ്മളെ മുമ്പിലേക്ക് വലിയ രീതിയിലേക്ക് ഒരു വിപ്ലവം സൃഷ്ടിച്ചെത്തിയത് ഈ ഒരു കാലഘട്ടത്തായിരുന്നു. അപ്പൊ ഏതൊരു പ്രതിസന്ധിയിലും വലിയ അവസരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല, phase 1 എന്ന് പറഞ്ഞ ഒരു പ്രതിസന്ധി നേരിട്ട സമയത്ത് ലീഗൽ സൈഡിൽ നിന്നും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഭാഗത്തു നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ചേഞ്ചുകൾ ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യാൻ ചെറിയൊരു ടൈം ലാഗ് വരുന്ന ആ ഒരു സമയത്താണ് phase 2 നമ്മൾ ഒരു റഫറൽ പ്രോഗ്രാമോട് കൂടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് phase 2 എന്നുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു റഫറൽ പ്രോഗ്രാമോട് കൂടിയിട്ടല്ല, ഒരു ROI ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതൊരു റഫറൽ പ്രോഗ്രാം ആയിട്ട് മാറി. എന്തിന് നമ്മളേറെ പറയുന്നു, phase 1 ROI ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. ഇപ്പൊ നമുക്കറിയാം, ഒരു സ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേക്ക് ചെയ്ത എമൗണ്ടിന്റെ നിയർലി 2% നമുക്ക് ഡെയിലി ഇൻകം കിട്ടുന്ന. ഓൾറെഡി അബി സാർ പറഞ്ഞു, നമുക്ക് മന്ത്ലി 7 ഡേയ്സിലല്ല 5 ഡേയ്സ് ആയിരുന്നു നമ്മൾ phase 1 ROI കൊടുത്തിരുന്നെങ്കിൽ, അത് 1% ആയിരുന്നെങ്കിൽ നമുക്കൊരു 21 രൂപ ഒരു മാസം, ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഒരു 21,000 രൂപ നമുക്ക് ഇൻകം, അല്ലെങ്കിൽ നമുക്കൊരു 21% ആണ് റിട്ടേൺസ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് phase 2 നമുക്ക് 30-35% ഒരു മാസം റിട്ടേൺ കിട്ടുന്ന ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ എൻ്ററായി. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കൂടുതൽ, അതായത് മുമ്പുള്ളതിനേക്കാൾ വലിയൊരു അപ്ഡേഷനോട് കൂടിയിട്ടാണ് കമ്പനി phase 2 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു പടി മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ പല ആളുകളെ സംബന്ധിച്ചും പല കൺഫ്യൂഷൻസും, പല ആളുകളെ സംബന്ധിച്ചും phase 1 ഒരു പക്ഷെ കുറച്ച് എക്സ്ചേഞ്ചിന്റെ വർക്കുകൾ കുറച്ച് അപ്രൂവൽ നീണ്ടുപോയാൽ നമ്മളെ എമൗണ്ട് അല്ലെ നമ്മൾ ചെയ്തിട്ടുള്ള പണം നഷ്ടപ്പെടില്ലേ എന്ന് ഡൗട്ടുള്ള ആളുകളുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കാൻ, 120 അപെക്സ് ടോക്കൺ തൊട്ട് വെച്ച് 50 USDT ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് വരെ 50% ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത് 50% പോലും ROI കിട്ടാത്ത ആളുകളെ സംബന്ധിച്ച്, അല്ലെ വിഡ്രോവൽ നടക്കാത്ത ആളുകളെ സംബന്ധിച്ച് 120 അപെക്സ് ടോക്കൺ, ഏകദേശം 25 USDTക്കുള്ള അപെക്സ് ടോക്കൺ ഓൾറെഡി കമ്പനി കൊടുത്തു കഴിഞ്ഞു. അതിന്റെ ROI ഇന്ന് പല ആളുകളും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കുക, അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കറണ്ട് വാലറ്റ് കിടക്കുന്നതിന്റെ 10% വീതം, അത് ഓൾറെഡി 15-ാം തീയതി ഡേറ്റ് പറഞ്ഞു, അത് 10-ാം തീയതി കൊടുത്തു തുടങ്ങുന്നു പറഞ്ഞപ്പോൾ എനിക്ക് മുമ്പുള്ള ആ ഒരു പവറിലേക്ക് നമ്മളെ കമ്പനി തിരിച്ചെത്തി. കാരണം മുമ്പൊക്കെ ട്രസ്റ്റ് വാലറ്റിൽ ഒരു മാസം കൊണ്ട് ലിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ കമ്പനി അത് ഒരു 15 ദിവസം കൊണ്ട് ലിസ്റ്റ് ചെയ്ത് കാണിച്ച ആ ഒരു എനർജി ഇന്ന് നമ്മളെ സിഒയിൽ കാണാനുണ്ട്. കാരണം അത്രയേറെ നമ്മളെ കമ്പനി മുമ്പോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചെറിയൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ആ പ്രതിസന്ധിയിൽ തളരാതെ മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ പോകാനുള്ള ഒരു എനർജി, അതാണ് എപ്പോഴും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഒരു ബിസിനസ്സുകാരന് വേണ്ട ഒരു കാര്യം അതാണ്. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ആണ് ചെയ്യുന്നത് എന്ന് ബോധ്യമുള്ള നമുക്ക് വേണ്ട ഒരു ഫീലാണ്. ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്ക് ഒന്നടങ്കം ഒരു വിരൽ ചൂണ്ടുന്ന സ്ഥിതിയിലേക്ക് മാറാതെ
ആ പ്രതിസന്ധി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയൊരു റവല്യൂഷൻ, ഈ ക്രിപ്റ്റോ റവല്യൂഷനിൽ അപെക്സ് ടോക്കൺ എന്നുള്ളത് വലിയൊരു റവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ്. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് അതിൽ ഫേസ് 2 നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് യൂട്ടിലിറ്റിയാണ്. ഇന്ന് നമ്മൾ 10ഉം 14ഉം 15ഉം സെന്റിന് വാങ്ങിക്കുന്ന ടോക്കൺ നാളെ $1, $2, $5, $10 മാറുമ്പോൾ എന്തായിരിക്കും നമുക്ക് അതിന്റെ ഒരു 2% ROI എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നൊരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നാളെ ഒരു പക്ഷേ ഇന്ന് 15 സെന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നാളെ അതൊരു 30 സെന്റ് ആവുമ്പോൾ അയാളുടെ ആസ്തി 2 lakh rupees ആയി. 2 lakh rupeesന്റെ ROI ആണ് നെക്സ്റ്റ് മൊമെന്റ് തൊട്ട് അയാൾ കിട്ടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഫേസ് 1 കമ്പയർ ചെയ്താൽ 10 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാനുമായിട്ടാണ് കമ്പനി വന്നിട്ടുള്ളത്. കമ്പനി പുറകോട്ടല്ല പോയത്, മുന്നോട്ടാണ് സ്റ്റെപ്പ് വെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ പുലി പതുങ്ങുന്നുണ്ടെങ്കിൽ അത് മുമ്പോട്ട് കുതിക്കാനാണ്. ആ പതുങ്ങൽ കണ്ടിട്ട് നമ്മൾ എന്താണ് പുറകോട്ട് അടിക്കുന്നു വിചാരിക്കണ്ട. കാരണം ചില സമയത്ത് നമ്മൾ പതുങ്ങേണ്ടി വരും, ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ബിസിനസ്സിൽ. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള മാനേജ്മെന്റ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എന്താ പറയുക, ഈ ഒരു കമ്പനിയായിട്ട് വലിയൊരു ഹേർട്ട് ടച്ചിങ് ഉണ്ടാക്കിയ ഒരു കാര്യം, ഈ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ അഭിജിത്ത് മാണി എന്ന് പറഞ്ഞ വ്യക്തി, എനിക്ക് അറിയില്ല പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവുന്നത്. ഓരോ ദിവസവും പല സ്ഥലങ്ങളിലും മീറ്റിങ്ങും പല കമ്പനികളുമായിട്ട് സംസാരിക്കുന്നു, യൂട്ടിലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഫേസ് 2 ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിന്റെ വെബ്സൈറ്റിന്റെ വർക്കുകൾ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പല ആളുകളും, ഒരു പക്ഷെ എല്ലാവരും അല്ല, നമ്മൾ പല ആളുകളും സംബന്ധിച്ച് പാനിക് ആവുകയും, തീർച്ചയായിട്ടും പാനിക് ആവാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യമാണ്. അപ്പൊ പല ആളുകളും പല രീതിയിലും സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഇതിന്റെ ബാക്ക് എൻഡിൽ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വർക്കുകളായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പദ്ധതികൾ രൂപീകരിച്ചിരിക്കുക അല്ലെങ്കിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ചെയ്യാം. അത് നമുക്കൊക്കെ അത്രയും ഹേർട്ട് ടച്ചിങ് ആണ്. നമ്മളെ മുമ്പ് നിന്ന് നയിക്കാനുള്ള ഒരു ശക്തി നമ്മളെ മുമ്പിലുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം, ദിശ അറിയുന്ന കപ്പിത്താന് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്ത് പേമാരി ഉണ്ടെങ്കിലും, എന്ത് കൊടുങ്കാറ്റുണ്ടെങ്കിലും ഇതിനെ നമുക്ക് ആ കപ്പലിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമെന്ന് ഇവിടെ ഒരിക്കൽ കൂടി നമ്മളെ കമ്പനി പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മുമ്പും വന്നിട്ടുണ്ട്. നമ്മളെ വെബ്സൈറ്റ് ഒക്കെ മൈക്രോസോഫ്റ്റിന്റെ ഇഷ്യൂ വന്ന സമയത്ത് ഏകദേശം 10-15 ദിവസത്തോളം വെബ്സൈറ്റിൽ നിന്ന് വിഡ്രോവൽ നടക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് ഓവർകം ചെയ്തു വന്ന ഒരു കമ്പനിയാണ്. നമ്മൾ മനസ്സിലാക്കുക, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളോട് പറയുന്നത്. കാരണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഒരുപക്ഷെ നമ്മൾ സാധാരണക്കാരായിരിക്കും. എന്നെ സംബന്ധിച്ചും എനിക്ക് സാധാരണ രീതിയിൽ ചിന്തിക്കാനേ അറിയുള്ളൂ. സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ അതിന് നേരെ കയർക്കാനേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി കാണിച്ച് എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും അതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരണമെന്നും ചിന്തിക്കലാണ് നമ്മുടെ എന്താ പറയാ, നമ്മൾ കുറച്ചുകൂടി ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നമ്മളെ മൈൻഡിനെ മാറ്റി വെച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. ഏതായാലും എനിവേ നമ്മളൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കമ്പനി 3 യൂട്ടിലിറ്റി സംബന്ധിച്ച കാര്യങ്ങളാണ് നമുക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. അതിലൊന്ന് ഹെൽത്ത് ഗാഡ്ജറ്റ്സുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യാൻ പോകുന്നു. ഇനി അവരുടെ പ്രോഡക്ട്സ് അപെക്സ് ടോക്കൺ ഉപയോഗിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. അത് മാർക്കറ്റ് വിലയിൽ ചെറിയ ഡിസ്കൗണ്ടോട് കൂടി ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അപെക്സ് ടോക്കൺ എന്നുള്ളത് എക്സ്ചേഞ്ചിൽ ഏറ്റവും ഹോട്ടായിട്ട് വിറ്റഴിക്കപ്പെടുന്ന ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ള രീതിയിലേക്ക് മാറുമെന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് യൂട്ടിലിറ്റി. അതിന്റെ പ്രോഡക്ട്സ് നമുക്കൊരു പക്ഷേ നമുക്കറിയാം, സ്മാർട്ട് വാച്ചസ്, നമ്മളെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്മാർട്ട് വാച്ചസ് നമുക്കറിയാം. നമ്മൾ നടക്കുന്ന സമയത്ത് എത്ര കലോറി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ പലതരത്തിൽ ഇപ്പൊ ഐ വാച്ചുകളിലൊക്കെ അവൈലബിൾ ആണ്. അതിന്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനുമായിട്ടുള്ള സ്മാർട്ട് വാച്ചുകൾ, അതുപോലെ തന്നെ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന റിങ്ങുകൾ. ടാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തൊരു റിങ് ഉണ്ടെങ്കിൽ നമുക്ക് ATM കാർഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ്ങുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻറ്റേജസ്, അതിന്റെ ബെനിഫിഷ്യറിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും നമുക്ക് വാങ്ങാൻ സാധിക്കും. നമ്മുടെ ലിങ്കിലൂടെ കയറി അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. തിരിച്ച് അവരെ സംബന്ധിച്ചും നമ്മളെ അപെക്സ് ടോക്കൺ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ ആ പ്രൊഡക്ട്സുകൾ, അല്ലെങ്കിൽ അപെക്സ് ടോക്കണും യൂസ് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്ട്സ് വാങ്ങാൻ, ഡിസ്കൗണ്ടിൽ വാങ്ങാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം എന്താണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത്. ഇന്ന് ക്രെഡിറ്റ് കാർഡ് ഒക്കെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ആളുകളിലേക്ക് എത്തിപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ആമസോണിൽ കയറി കഴിഞ്ഞാൽ ചില പ്രോഡക്റ്റുകൾ നോക്കുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് കാർഡ്, നമ്മൾ HDFC ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ SBI ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ഇത്ര %. അപ്പൊ ഒരു തവണ കയറുന്ന ഒരു വ്യക്തി ചിന്തിക്കും, എനിക്കൊരു HDFC ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ
എനിക്കൊരു HDFCയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ 5%, 1%, ഇനി 10% റിഡക്ഷൻ എനിക്ക് കിട്ടില്ലല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ പ്രോഡക്റ്റിന് അവിടെ ഒരു എന്താ പറയുക, ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. അതിനൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. സെയിം കാര്യങ്ങളാണ് ക്രിപ്റ്റോ മേഖലയിലും യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ആവുന്നതോടുകൂടി ഒരു ഏകദേശം 1 lakh മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. അത് അത്രത്തോളം പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ അപെക്സ് ടോക്കണോട് കൂടി നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ തീർച്ചയായിട്ടും വലിയൊരു ഗ്രോത്ത് യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞത് സ്പോർട്സ് ബെറ്റിംഗ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇപ്പോ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ഒക്കെ നോക്കിയിട്ട് സ്പോർട്സ് ബെറ്റിംഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആപ്പുകൾ ഉണ്ട്. ഒരുപക്ഷെ പല ആളുകൾക്കും ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ TV ചാനലുകളിൽ അതല്ലെങ്കിൽ വിദേശ ചാനലുകളിലൊക്കെ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് സ്പോർട്സ് ബെറ്റിംഗ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഓൺലൈൻ ലോട്ടറികൾ. ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ സംബന്ധിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അതൊന്ന് കാണിക്കാം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ജസ്റ്റ് സ്പോർട്സ് ബെറ്റിംഗ് എന്നൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം. ജസ്റ്റ് നിങ്ങൾ സ്പോർട്സ് ബെറ്റിംഗ് അടിക്കുക. ഇതെല്ലാം സ്പോർട്സ് ബെറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഇതിൽ നമ്മളെ കമ്പനിയും ഇതിന്റെ യൂട്ടിലിറ്റി ആയിട്ട് വരാൻ പോകുന്നു. അതിൽ ഒരുപാട് ആപ്പുകൾ, ഇത്തരത്തിലുള്ള പല ആപ്പുകളുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലൊരു 15%ഓളം റിഡക്ഷൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഒരു വലിയ റവല്യൂഷൻ അപെക്സ് ടോക്കണിൽ വരാൻ പോകുന്നു. ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ 10 സെന്റിലും 15 സെന്റിലും വാങ്ങി വെക്കുന്ന ആളുകൾക്ക് അപെക്സ് ടോക്കൺ എന്നുള്ളത് $10, $20, $50, $100, $1000 ഒക്കെ ഒരു പക്ഷേ ബിറ്റ്കോയിൻ പോയ രീതിയിൽ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും ഒരു യൂട്ടിലിറ്റി ഈ ഒരു ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിൽ എല്ലാ ബാക്ക് എൻഡ് വർക്കുകളും കമ്പനി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ ലോട്ടറികൾ, ഒരു പക്ഷേ പല ആളുകളും ഇപ്പൊ ഡൗട്ട് ഉണ്ടാവും എന്താണ് ഓൺലൈൻ ലോട്ടറികൾ. ഇതൊക്കെ വളരെ സജീവമായിട്ട് മാർക്കറ്റിലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ഇന്ത്യ ബേസ് ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആണ്. ഇതിന്റെയൊക്കെ യൂട്ടിലിറ്റി ആയിട്ട് അപെക്സ് ടോക്കൺ വരുന്നു. അതെല്ലാ ആപ്പിലും നാളെ മുതൽ വരുമെന്നുള്ളതല്ല, അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കമ്പനി അതിന്റെ യൂട്ടിലിറ്റി പർപ്പസിലേക്ക് വരാൻ പോകുന്നു. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇന്ന് വെറും ഒരു 120 അപെക്സ് ബേൺ ചെയ്ത ആളുകൾക്ക് പോലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഈ ഒരു അപെക്സ് ടോക്കൺ ബേൺ ചെയ്യുന്നത് ഈ ഒരു ചെറിയ പ്രൈസിലാണ്. അതൊരു 10 മടങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ ROI ഇൻക്രീസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ജസ്റ്റ് ചെറിയൊരു കാൽക്കുലേഷൻ, ആ ചെറിയൊരു കാൽക്കുലേഷൻ ഇന്ന് നമ്മൾ 1,20,000 രൂപയ്ക്ക് നമ്മൾ അപെക്സ് ടോക്കൺ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു 1 lakh rupees നമ്മൾ ഒരു അപെക്സ് ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യുന്നു എന്ന് ചിന്തിക്കാം. ഇന്ന് നമുക്ക് കിട്ടുന്ന 1 lakhന്റെ ROI ആയിരിക്കും ഡെയിലി നമുക്ക് ഇൻകം കിട്ടുന്നത്. ഒരു പക്ഷെ ബേൺ ചെയ്ത എമൗണ്ട് ആണ്, ഞാൻ ജസ്റ്റ് അത് റൗണ്ട് ചെയ്ത് പറയുന്നേ ഉള്ളൂ. ഒരു 1 lakh എമൗണ്ട് നമ്മൾ സ്റ്റേക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ആ സ്റ്റേക്ക് ചെയ്യുന്നതിന്റെ ഓൾമോസ്റ്റ് 2% നമുക്ക് ROI കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു മാസം തന്നെ നമുക്ക് എത്രത്തോളം എമൗണ്ട്, ഇനി 2% ഇല്ല 1.5 ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ 1.5 എബോവ് ആണെങ്കിൽ പോലും ഒരു 35% നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ROI ജനറേറ്റ് ചെയ്യുന്നു. ഒരു 35,000 രൂപ, അതായത് നമ്മൾ ഒരു 1 lakh rupees നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അപെക്സ് ടോക്കൺ ആയിട്ട് സ്റ്റേക്ക് ചെയ്യാൻ പറ്റിയാൽ, സാധാരണ ആളുകളെ സംബന്ധിച്ച് ഞാൻ പറയാണ്, 1 lakh rupees നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റിയാൽ 35,000 രൂപയോളം നമുക്ക് ഒരു മാസം റിട്ടേൺസ് കിട്ടുന്നു. അത് മാത്രമല്ല, ഒരു പക്ഷെ ഇന്ന് നമ്മൾ 10-15 സെന്റിന് വാങ്ങുന്ന അപെക്സ് ടോക്കൺ നാളെ ഒരു $1.5 മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു $1.5 ഇന്ന് 15 സെന്റിന് വാങ്ങുന്ന ഒരു $1 മാറിയാൽ നമ്മൾ അസറ്റ് 10 ലക്ഷം രൂപയിലേക്ക് മാറി. അന്ന് ഇതേ ഒരു റേഷ്യോയിൽ ROI നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക 3.5 ലക്ഷം രൂപയായിരിക്കും നമുക്ക് ഒരു മാസ വരുമാനം എന്നുള്ളത്. ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇന്ന് പല ആളുകളും ഒരു പക്ഷേ phase 1 ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി വന്നപ്പോ നമ്മൾ ഇട്ടുപോയ ആളുകളുണ്ടാവും, ഈ ബിസിനസ് ഇട്ടുപോയ ആളുകളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും 3 രീതിയിലാണ് ആളുകൾ പെരുമാറുക. ഒന്ന് നമ്മൾ പറയാ ഫ്ലീ എന്ന് പറയും, നമ്മൾ ഒളിച്ചോടും. എന്ത് പ്രതിസന്ധി വന്നാലും ചില ആളുകൾ എന്ത് ചെയ്യും, ആ പ്രതിസന്ധിയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും. ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോ ആ പ്രതിസന്ധിയിൽ നിന്ന് ഒളിച്ചോടുക. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും, ഫ്രീസ് ആയിട്ട് നിൽക്കും, ഒന്നും ചെയ്യാതെ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കും. പക്ഷെ ഏതൊരു പ്രതിസന്ധിയിലും മൂന്നാമതൊരു കാറ്റഗറി ആളുകളുണ്ട്, ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ആളുകൾ. അവരെയാണ് പ്രൊഫഷണൽ ബിസിനസ്സേഴ്സ് എന്ന് വിളിക്കുക. അവരേത് പ്രതിസന്ധിയിലും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അവർക്ക് മാത്രമേ ജീവിതത്തിൽ സക്സസ് ഉള്ളൂ. ഏതൊരാളെ സംബന്ധിച്ചു ഞാൻ എപ്പോഴും എനിക്ക് വലിയ ഇൻസ്പിറേഷൻ തരുന്ന ഒരു വ്യക്തിയാണ് MA യൂസഫ് അലി.
MA യൂസഫ് അലി ഇന്ന് എന്തുകൊണ്ട് MA യൂസഫ് അലി ആയി എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. ലോകത്തെ എല്ലാ ആളുകളും സ്ട്രഗ്ലിംഗ് ഫേസിനെ ഭയപ്പെട്ട് ഇട്ടെറിഞ്ഞു പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇന്ന് നമുക്കറിയാം UAE ഗവൺമെന്റ് ഒക്കെ MA യൂസഫ് അലിയെ ഇത്ര സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്? എന്തുകൊണ്ട്? അവർ ഒറ്റ കാര്യമുള്ളൂ, അവരെ ഏറ്റവും പ്രതിസന്ധിയിൽ നിന്ന സമയത്ത് പല വ്യവസായങ്ങളും പല ഇൻവെസ്റ്റേഴ്സും എല്ലാവരും അവിടെ നിന്ന് ഇട്ടിട്ട് പോയ സമയത്ത് MA യൂസഫ് അലി എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ തീരുകയാണെങ്കിൽ ഇവിടെ തീരട്ടെ എന്നുള്ള രീതിയിൽ അവർക്കൊപ്പം നിന്ന് അവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന MA യൂസഫ് അലി എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായത്. ഇന്ന് കേരളത്തിലെ നമ്പർ 1 കോടീശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ MA യൂസഫ് അലി എന്ന് നമുക്ക് പറയാൻ സാധിച്ചത് അത്തരത്തിലുള്ള വലിയ വലിയ പ്രതിസന്ധികളാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ കണ്ടു പഠിക്കണം. കാരണം പല സമയത്തും പ്രതിസന്ധികൾ വരുമ്പോ അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് പോവാതെ എന്തുകൊണ്ട് ആ പ്രതിസന്ധി ഉണ്ടായി, ആ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ, അത് പഠിക്കാൻ തയ്യാറാവുക. ഇന്ന് നമുക്ക് ഏറ്റവും ഇന്ന് ലോകത്ത് നമുക്ക് ഏതൊരാളോടും പറയാവുന്ന രീതിയിലേക്ക് ഒരു യൂട്ടിലിറ്റി നമ്മളെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റ് എക്സ്ചേഞ്ചുകളിലെല്ലാം ലിസ്റ്റിംഗ് കാര്യങ്ങൾ അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫേസ് 2 എന്ന് പറഞ്ഞാൽ ഫേസ് 1 നമ്മൾ പുറകോട്ടല്ല പോയത്. ഫേസ് 1 നമുക്ക് ROI കിട്ടാവുന്ന, എന്നാൽ നമ്മളെ ഫ്യൂച്ചറിൽ അത്രയേറെ അഡ്വാൻറ്റേജ് കിട്ടാവുന്ന ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിലേ വരുന്നുണ്ടെങ്കിൽ ഫേസ് 1 പതിയെ നമുക്ക് ഫേസ് 2 കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് കമ്പനി അതുകൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓരോ ആളുകൾക്ക് $50 ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് വരെ $25 അപ്പെക്സ് ടോക്കൺ ഇന്ന് കമ്പനി കൊടുത്തു കഴിഞ്ഞു. അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 10% ROI കൊടുക്കാൻ പോകുന്നു. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും സത്യസന്ധമായിട്ട് ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനി, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഒരു CEO, ഇതിന്റെ ഡെവലപ്പിംഗ് ടീം, ഇങ്ങനെ ഒരു കമ്പനി നമുക്ക് എവിടെയാ കിട്ടുക? നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ആ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കാര്യമില്ല. സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ഒരു വാഹനം കൂടി നമ്മളെ കയ്യിൽ വേണം. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് ഇവിടുന്ന് അമേരിക്കയിൽ പോകാൻ ആഗ്രഹമുണ്ട്, നമ്മളെ കയ്യിൽ ഒരു സൈക്കിളാണുള്ളത്. ആ സൈക്കിൾ നമ്മൾ എത്ര ശക്തമായിട്ട് ചവിട്ടിയാലും നമുക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല. അതിന് നമുക്ക് ഷിപ്പോ ഫ്ലൈറ്റോ വേണം. നമ്മൾ ഏത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ, അവിടേക്ക് ചിറകടിച്ച് പറന്നുയരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മളെ കയ്യിലുണ്ട്. അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ താങ്ങി നിർത്താൻ കെൽപ്പുള്ള ലീഡേഴ്സും മാനേജ്മെന്റും ഇന്ന് അപ്പെക്സ് ടോക്കൺ ഉണ്ട്. അത് ധൈര്യമായിട്ട് നമ്മൾ നോക്കുക. തീർച്ചയായിട്ടും നമ്മൾ കണ്ട എല്ലാ സ്വപ്നങ്ങളിലേക്കും നമുക്ക് പറന്നുയരാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അതിന്റെ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് CEO ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് അതിന്റെ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടാവും. സ്വാഭാവികമാണ്. ആ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം. കാരണം എല്ലാ കാര്യങ്ങളും പുതിയതാണ്. ഫേസ് 2 ചെയ്യാൻ എങ്ങനെ എന്നറിയാത്ത പല ആളുകളും ഉണ്ടാവും. അത് പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, 2 നമ്പർ കൊടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഫേസ് 2 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ആളുകളെ സംബന്ധിച്ച് ലീഡേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഒരു പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ നമ്പറിൽ വിളിക്കാം. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് നിങ്ങൾക്ക് 15 സെന്റിൽ അപ്പെക്സ് ടോക്കൺ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ വാക്കുകൾ നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളുകളിൽ ഒരുപാട് ആളുകൾക്ക് വിഷമിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മാറും. കാരണം ഇന്ന് ഒരുപാട് ആളുകൾക്ക് നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ ഇത്രയും ചെറിയ റേറ്റിൽ അപ്പെക്സ് ടോക്കൺ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മളത് വാങ്ങാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചാൽ തീർച്ചയായിട്ടും വലിയൊരു വളർച്ചയിലേക്ക് നമ്മൾ മാറും. നമ്മളെ ഫ്യൂച്ചറും സെക്യൂർ ആക്കാൻ പറ്റിയ ഒരു കമ്പനിയുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ അരുൺ സത്യൻ സൈനിങ് ഓഫ്. താങ്ക് യു ഓൾ.